അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോധ്പൂർ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമായി. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റേ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇന്ന് ആദിവാസി ഡേ ആണ്. ഇവിടെ നൈറ്റൊക്കെ എന്ത് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ ഒരുപാട് ശരിക്കും വട്ടം കറങ്ങിപ്പോയിട്ടാണ്. നമുക്ക് സ്റ്റേ കിട്ടാൻ ഭയങ്കര താമസം വന്നു. നമ്മളവിടെ നിന്ന് പോന്നിട്ട് വൈകുന്നേരമായി, രാത്രിയായി 8-8:30 9 മണി ആയപ്പോഴും നമുക്ക് നല്ലൊരു പമ്പ് കിട്ടിയില്ല. കാണുന്ന പമ്പിലൊന്നും ലൈറ്റ് ഉണ്ടായില്ല, നല്ല ബാത്റൂമൊന്നും കാര്യങ്ങളുണ്ടായില്ല. പിന്നെ നമ്മൾ അവസാനം 9 മണിയോട് കൂടി ഒരു പമ്പിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഇവിടെ ആദിവാസി ഡേ ആണ്, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന അത്ര സേഫ് ആയിരിക്കില്ല, നിങ്ങളുടെ റൂം എടുക്കുമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു പഞ്ചാബിയുടെ ഹോട്ടലുണ്ടായി, അവിടെ കയറി സ്റ്റേ ചെയ്തു. ശരിക്കും ഇന്നലെ ശരിക്കും പെട്ടുപോയി. ഗൈസ്, ഇത് എന്തോ ഒരു തീർത്ഥയാത്ര എന്തോ പോണവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാട്ടോ ഇത്. അപ്പോൾ ഇവരുടെ ആൾക്കാർ എങ്ങോട്ടോ ഒരു സ്ഥലത്തേക്ക് പോകുവാന്ന് തോന്നുന്നു. അപ്പം വഴിയിൽ വന്നവരെയൊക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് ഭാഗത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് വിളിക്കുവാണേ. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോഴത്തേനും ഒരു ചെറിയ കുട്ടി ഞങ്ങൾ പിടിച്ചു നിർത്തി. എന്നിട്ട് അവൻ ഇതുപോലെ ഞങ്ങളോട് പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളാണ് ചായ കുടിക്കാൻ ഒരു സ്ഥലം നോക്കി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിവിടെ ഇറങ്ങിയിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡൊക്കെ ഞങ്ങൾ എന്നാൽ ഇവിടെ ഇറങ്ങിയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതെന്താ സംഭവം എന്നറിയില്ലോ. ഇത് ഗൂഗിൾ ലെൻസിൽ നോക്കാം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും കണ്ടോ, ഇവിടെ ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാവരും അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതാണ് അവർ നമുക്ക് തന്ന ഫുഡ് ഇട്ടാ. എന്ത് ഫുഡാണെന്ന് അറിയില്ല. മധുരമുണ്ട്, ഗോതമ്പിന്റെ നുറുക്ക് പോലെ എന്തൊരു സംഭവമാണ്. പിന്നെ ധാരാളം നെയ്യ് ചേർത്തിട്ടുണ്ട്, നല്ല നെയ്യ് ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കഴിക്കാം. ഈ കുട്ടിയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റോട്ടിൽ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവൻ നിസ്സാരക്കാരനല്ല, ഇവൻ പുലിയാണ്. ഇവന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവന് 100K മിസ്റ്റർ ജോൺ എന്നൊരു യൂട്യൂബ് ചാനലാണ്. അവൻ ഈ സയൻസ് എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്യണത്. അടിപൊളിയാണ്, ആൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. എത്ര കേസ് 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവര്. അവൻ ഞങ്ങളോട് എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് 98 എന്തോ ഉള്ളു. അപ്പോൾ ഞങ്ങളോട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചാൽ ഞങ്ങൾ 27 ജൂലൈ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അതൊക്കെ ഉണ്ടായിക്കോളൂ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവനെന്തോ സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ആളാണ്. താങ്ക് യു. ഇതെന്നാ സംഭവം ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു. അപ്പോൾ ഗൂഗിൾ ഒന്ന് ആൻസർ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പോണത് ജയ്സാൽമീറിലേക്കാണ്, രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്ക്. അവിടെ രാംദേവര എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ രാംദേവ്ജി എന്നുള്ളൊരു പേരിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് നടത്തുന്ന തീർത്ഥയാത്രയാണ് ഈ സംഭവം. ഗുജറാത്ത് മുതലേ തന്നെ കാൽനടയായിട്ട് ഇങ്ങനെ ആൾക്കാർ നടന്നു തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പം മനസ്സിലായില്ല ഇതെന്നാ സംഭവം എന്ന്. പക്ഷെ എത്ര കിലോമീറ്റർ, 100 കിലോമീറ്ററോളം ഇവർ നടക്കുന്നുണ്ട്. അപ്പം തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് അവന് നല്ലൊരു താങ്ക്സും പറഞ്ഞ് ഞങ്ങളങ്ങ് ചലിക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ പോണ സ്പോട്ട് ഇന്ത്യയിൽ ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു അമ്പലം കാണാനാട്ടോ. അതിവിടെ പാലിയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ വരും. നമ്മൾ ജോധ്പൂർ പോണ വഴി ജസ്റ്റ് ഒന്ന് ഡീവേറ്റ് ചെയ്തിട്ട് അതും കൂടെ കണ്ടിട്ട് പോകാനാണ് പ്ലാൻ.